കോട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും ശരി, ഇത് ആദിപ്പിക്ക് വലിയ ക്ഷീണമായി പോയി. അടികളുടെ മുഖത്ത് ഞങ്ങളിനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ കാണണം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അറിഞ്ഞാലല്ലേ എനിക്കത് തടയാൻ പറ്റൂ. അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. സ്വന്തം വീട്ടിലെ സംഭവവികാസങ്ങൾ അറിയാത്ത കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും? കോട്ടപ്പള്ളിയാണല്ലോ നായരുടെ മൂത്ത മകൻ. എങ്ങു നിന്നോ വന്ന സഹായി എന്ന് പറയുന്ന ഈ എംബോക്കിക്ക് ഇത്രയും ഗംഭീരമായിട്ടൊരു സദ്യ കൊടുക്കുന്ന കാര്യം മൂത്ത മകനോട് വീട്ടുകാരെന്തോട് പറഞ്ഞില്ല? നമ്മൾ കൊടുക്കുന്ന ഈ നിലയും വിലയൊന്നും കോട്ടപ്പള്ളിക്ക് സ്വന്തം വീട്ടിൽ ഇല്ലെന്നേ. പലചരക്ക് കടയിൽ 1500 രൂപ, പച്ചക്കറി 500 രൂപ, മട്ടൻ 400 രൂപ, ഫിഷ് 425 രൂപ, പിന്നെ പാല് തൈര് എല്ലാം കൂടി 4200 രൂപ. പ്രകാശം തന്നെ ആണോടി ഇത് നിന്റെ കയ്യിൽ തന്നത്? പിന്നെ ആരമ്മേ? കടക്കാരൊക്കെ നാളെ വരുമ്പോ പണം കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത്. എന്റെ ഭഗവാനെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ആ, നമ്മളെന്തിനാ വേവലാതിപ്പെടുന്നത്? മഹാനായ മോനുണ്ടാക്കിയ കടവല്ലേ, അച്ഛൻ കൊടുത്തോളൂ. തെങ്ങേന്നിനി 6 മാസത്തിനൊരൊറ്റ തേങ്ങ കിട്ടുമെന്ന് കരുതണ്ട. എല്ലാം യശ്വന്ത് സഹായിച്ചു. അയ്യോ അമ്മേ, നമ്മുടെ ടേപ്പ് റെക്കോർഡ് കാണാനില്ലല്ലോ. പഠിക്കാൻ വേണ്ടി നോക്കിയപ്പോ അല്ല, ഞാൻ എല്ലായിടത്തും നോക്കി, എവിടെയും കാണുന്നില്ല. അപ്പൊ ടൈം പീസിന്റെ കൂടെ അതും അവര് കൊണ്ടുപോയി. ഞാൻ ചില്ലറിട്ട് വെക്കാറുള്ള ഒരു ടിന്നുണ്ടായിരുന്നു, അതും ഇപ്പൊ കാണാനില്ല. അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണോ? കൊള്ളക്കാരെക്കാളും കഷ്ടാണമ്മേ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ ഒന്നും മിണ്ടാത്തെ? എന്നോട് ചോദിച്ചിട്ടാണോ ഭാനു ഇതൊക്കെ നടത്തിയത്? ആദ്യമേ വേണ്ടാന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ആരാണെന്നാ ചോദിച്ചത്? ഞാൻ പറയാം, പ്രഭാരം കോട്ടപ്പള്ളി. ഷടപ്പ്, ഈ ഇരിക്കുന്ന മനുഷ്യൻ പറയട്ടെ. പ്രഭേ, വേണ്ട, ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം ഞാൻ പിൻവലിക്കുന്നു. താങ്കൾ എന്റെ അച്ഛനാണ്. എന്താടാ നീ പറഞ്ഞത്? വെറും ഒരു പദവിക്ക് വേണ്ടി എനിക്ക് മൂത്ത മകനാകണ്ട. ഒരു മൂത്ത മകന്റെ അധികാരം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ആക്കരുത്. എന്റെ മോനോട് ഞാൻ എന്ത് തെറ്റാണാവോ ചെയ്തത്? ഒരു ബൂർഷ്വാ കുത്തക മുതലാളിയോട് പെരുമാറുന്നത് പോലെയാണ് എന്റെ സഹാക്കൾ എന്നോട് പെരുമാറിയത്. പാർട്ടിയുടെ സ്റ്റഡി ക്ലാസുകളിൽ പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് മെമ്പർമാർ പോലും ഇന്ന് എന്നെ ചീത്ത വിളിച്ചു. എങ്ങു നിന്നോ വന്ന ഒരു കാട്ടുകള്ളനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കാന്ന് വെച്ചാൽ? ഓ, അതാണോ? എന്നോടൊരു വാക്ക് ചോദിച്ചോ? പറയൂ. ഇതിന് പ്രതിവിധി ചെയ്യാതെ ഞാൻ വിടില്ല. എന്ത് പ്രതിവിധിയാണാവോ? അത് ചെയ്യുമ്പോ കാണാം. ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് നട്ടല്ലില്ല. പ്രഭേ, റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു നട്ടല്ലെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യണം. ചില പ്രതിവിധികളൊക്കെ ചെയ്യാതെ പറ്റില്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? എനിക്ക് വലുത് എന്റെ പ്രതിച്ഛായയാണ്. ഇന്നു മുതൽ ഈ വീട് മാനങ്കര മണ്ഡലത്തിലെ റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആസ്ഥാനമായി അറിയപ്പെടും. ലാൽ സലാം. പ്രകാശേട്ടോ, വിവരം അറിഞ്ഞോ? നമ്മുടെ വീടേ പ്രഭേട്ടന്റെ പാർട്ടി ആസ്ഥാനാക്കാൻ പോവത്രേ. മുറ്റത്തൊരു ചുവന്ന കൊടിയും നാട്ടിക്കഴിഞ്ഞു. രാഘവേട്ട LIC എടുത്തുണ്ടോ? ഇല്ലെങ്കിൽ വേഗം എടുത്തോളൂ, വലിയൊരു തുഴയ്ക്ക്. അല്ല, ഇങ്ങനെയൊക്കെ പോവാണെങ്കിൽ തവണകൾ അധികം അടയ്ക്കേണ്ടി വരില്ല.
അതിപ്പോ ഈ വലിയ വലിയ ഓട്ടക്കാരും പന്ത് കളിക്കാരും ഒക്കെ കണ്ണ് വേറെ കൈ വേറെ കാല് വേറെ എന്നൊക്കെ പറഞ്ഞ് ഇൻഷുർ ചെയ്യാറുണ്ട്. അല്ല, ഇങ്ങനത്തെ മക്കളുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഇൻഷുർ ആയാലും നഷ്ടം വരില്ല. ഈ തല ഇൻഷുർ ചെയ്തിരുന്നെങ്കിൽ രാഘവേട്ടന് നല്ലൊരു തുക അടിക്കായിരുന്നു. രാഘവേട്ടൻ എന്തോന്നും മിണ്ടാത്തത് ദേഷ്യ. ഈച്ചയ്ക്ക് വ്രണം കാട്ടരുത്, പിള്ളേർക്ക് മോണ കാട്ടരുത് എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് പിള്ളേരോട് അമിത വാത്സല്യം കാണിക്കരുത് എന്നർത്ഥം. എന്താ നോക്കണേ? ഓ, ഇതൊക്കെ ഉപദേശിക്കാൻ താൻ ആരോടൊന്നായിരിക്കും. ശരി, വേണ്ട, ഞാൻ നിർത്തി. ആ, തുടരുത്. ദൂരെ നിന്നുകൊണ്ടുള്ള ഒച്ചയും ബഹളമൊക്കെ മതി. തലയ്ക്ക് 4 തുന്നലുണ്ട്. നല്ല വേദനയുണ്ടോ അച്ഛാ? ഏയ്, ഒരു വേദനയില്ല. തലയ്ക്ക് മുറിഞ്ഞാലുള്ള ഒരു ഗുണം അതാ, ഒട്ടും വേദന ഉണ്ടാവില്ല. എന്ത് ചോദ്യ കുട്ടിയത്? മയക്കിയിട്ടല്ല തുന്നിയത്, ഭയങ്കര നിലവിളിയായിരുന്നു. ഇത് ഷീട്ട് പിടിക്കൂ. ഇത് 2-3 നേരം. ഇത് 2 നേരം. 2 ദിവസം കഴിഞ്ഞ് പിന്നെയും പോണം. ആ, പിന്നെ മൂപ്പരോട് ചോദ്യങ്ങളൊന്നും അധികം ചോദിക്കണ്ട. മൗനവ്രതം തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. മുറിവ് തലയ്ക്കാണെങ്കിലും ഈ പനക്കല്ലാത്ത നാവിന. ഈ തല ഇളകിയതുകൊണ്ട് ബുദ്ധി ഒന്നും ഉണരാൻ വഴിയുണ്ട്. അകത്തോണ്ട് കിടത്തിക്കോളൂ. ഞാൻ പശുവിന് വെള്ളം കൊടുത്തിട്ട് ഇപ്പൊ വരാം. ആ, ഇത് പോരാ. ഒരു 25 സെന്റിമീറ്ററെങ്കിലും ആഴം വേണം. ശരി, വീതി കറക്റ്റാ. ശ്രീധര, കുഴി കറക്റ്റ് സമയത്തിലായിരിക്കണം കേട്ടാ. മണ്ണ് നല്ലപോലെ ഇളകട്ടേട്ടാ. ആ, നല്ല ആൾക്കാരാ. ഈ നേരം വരെയായിട്ട് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? ഇതിപ്പോ ഏതാണ്ട് എന്റെ മാത്രം ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണല്ലോ. അച്ഛന് നല്ല സുഖമില്ല. എന്തു പറ്റി? ഒന്ന് വീണു, തലയ്ക്ക് സ്റ്റിച്ച് ഇടേണ്ടി വന്നു. അയ്യോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നിക്ക്, ഞാനിപ്പോ വരാം. വഴുതി വീണതാണോ അതോ വല്ലതും തടഞ്ഞു വീണതാണോ? അത് വീഴുന്ന ഞാൻ കണ്ടില്ല. കാണണമെന്ന് നിർബന്ധമില്ലല്ലോ. വീഴാൻ പോകുമ്പം ഞാനിതാ വീഴുന്നു, എല്ലാവരും വന്ന് കണ്ടോളൂ എന്ന് ആരെങ്കിലും പറയോ? എന്റെ കുട്ടി എങ്ങനെയാണ് വീണെന്ന് അച്ഛനോട് ചോദിച്ചില്ലേ? സ്വന്തം അച്ഛൻ വീണ് തലമുറിഞ്ഞിട്ട് ഇങ്ങനെ പ്രതികരിക്കാം? കാല് തെറ്റി ചെടിച്ചട്ടിയുടെ പുറത്ത് വീണതാ. ആ, ഇത് ആദ്യം അങ്ങ് പറഞ്ഞാ പോരെ. ഇങ്ങനെ തന്നെ ആവും കുട്ടി പ്രീഡിഗ്രിക്ക് തോറ്റത്. നേർക്ക് നേരെയുള്ള ചോദ്യത്തിന് നേർക്ക് നേരെയുള്ള ഉത്തരം വശമില്ലല്ലോ. ഈ ലോകത്ത് ഞാൻ മാത്രമല്ല പ്രീഡിഗ്രി തോറ്റത്. ജയിച്ചത് ആകെ 41%. ഓ, അപ്പൊ ഭൂരിപക്ഷം നിങ്ങളെ പാർട്ടിക്കാ. എന്താ തോറ്റ പേപ്പേഴ്സ് എഴുതി എടുക്കാത്തത്? പഠിച്ച് പാസ്സായി ഒരു ജോലിയൊന്നുമില്ലാതെ ഈ കാലത്ത് ജീവിക്കാൻ പറ്റുമോ? ഭർത്താവിന്റെ ശമ്പളം കൊണ്ട് മാത്രം എങ്ങനെയാ കുടുംബം പുലർത്തുക? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കൊള്ളാം, കുട്ടിക്ക് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്. ഞാനല്ല, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ തമാശയിൽ ഇരുന്നു പോയനെ. തമാശയല്ല, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ദേ, ഒരു പ്രാവശ്യം ഏറ്റൂന്ന് കരുതി അതേ തമാശ വീണ്ടും അടിക്കരുത് കേട്ടാ. ആ, എന്താ ഇത് സംഭവം? പണിക്കാര് പറമ്പിലേക്ക്. അതെ, അവരവിടെ കുഴിയെടുത്തോണ്ട് നിൽക്കാ. എന്തിനാ ഈ ചെടിച്ചട്ടി ചെന്ന് ചാടിയത്? അത്ര കാര്യമായിട്ടൊന്നുമില്ല. നീ കുറച്ച് ചായ ഇട്. ആ, ചായ വേണ്ട. നക്ഷത്രം ഏതാ? എന്തേ? നക്ഷത്രം ഏതാണെന്ന് പറ. രോഹിണിയാ. ആ, അത് പറ. കഷ്ടകാലമാ. തുലാം, വൃശ്ചികം, ധനു, മകരം. മകരം 15 വരെ പെടാപ്പാട് വിടും. ജോത്സ്യവും വശമുണ്ടാ? ഞാൻ കളി പറഞ്ഞല്ല. ഇനി അപകടം വേണ്ടെന്ന് കരുതി നമ്മൾ ഒരിടത്ത് അനങ്ങാതിരുന്നു എന്ന് വെച്ചാലും രക്ഷയില്ല. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ദേ ഓട് പൊട്ടി തലേ വീഴും. അല്ലെങ്കിൽ ഉമ്മറത്തേക്ക് ഇറങ്ങുമ്പോ പാമ്പെഴിഞ്ഞു ഒന്ന് കൊത്തും. ശനീശ്വരന്റെ കൊയ്ത്ത് കാലമാ. കുട്ടിയുടെ വീട് എവിടെയാ? ഏ, സ്വന്തം നാട്?